ഞങ്ങൾക്കും പറയാനുണ്ട്. ഈ ആഴ്ച 2-3 വരികൾ കൊണ്ട് വിഷയം അവതരിപ്പിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുന്നു. ചില കാഴ്ചകൾ കണ്ട ശേഷം നമുക്ക് ഈ ആഴ്ചയിലെ അതിഥികളെ പരിചയപ്പെടാം. ഇത് ആലപ്പുഴയിലെ റോഡുകൾ, ഇത് കണ്ണൂർ, ഇത് കേരളത്തിന്റെ സ്വന്തം മെട്രോ നഗരം കൊച്ചി, ഇത് കൊല്ലത്തെ ദേശീയപാത, ഇത് മലപ്പുറം. പാലക്കാട് ജില്ലയിലെ മിക്ക റോഡുകളും ഇങ്ങനെ തന്നെ. ഇത് തൃശ്ശൂരിലെ പാത. ഒടുവിൽ ഇത് തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തേത്. മുൻ പൊതുമരാമത്ത് മന്ത്രി എം വിജയകുമാർ, നാറ്റ്പാക്കിന്റെ ഡയറക്ടർ ശ്രീദേവി, ഗവൺമെന്റ് കോൺട്രാക്ടർ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് കണ്ണപ്പള്ളി, KPCC വൈസ് പ്രസിഡന്റ് ശ്രീ ഭാരതിപുരം ശശി, പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് കുഴുപ്പിൽ, റോഡ് സേഫ്റ്റി സിസ്റ്റംസ് വിദഗ്ധനും റിട്ടയർഡ് PWD ചീഫ് എഞ്ചിനീയറുമായ മുരളീധരക്കുറുപ്പ്, അഭിനേതാവും സ്കൂൾ പ്രിൻസിപ്പളുമായ ശ്രീ സുധീർ കരമന, യുവതാരം മണിക്കുട്ടൻ. അതോടൊപ്പം തന്നെ പ്രേക്ഷകരെയും ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യം ശ്രീ വിജയകുമാർ, അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമാണ് റോഡ്. റോഡ് വികസനമില്ലാതെ കേരളത്തിന്റെ വികസനം സാധ്യമാകുമോ? മഴ പെയ്യുന്നു, കുഴിയുണ്ടാകുന്നു, ഇത് പുതിയ കാര്യമൊന്നുമല്ല. പക്ഷേ ഇത് പരിഹരിക്കപ്പെടാതെ കേരളത്തിനൊരു വികസനം സാധ്യമാകും? റോഡുകളുടെ കാര്യത്തിൽ സമ്പന്നമാണ് നമ്മുടെ കേരളം. ഇന്ത്യയിലെ ശരാശരി റോഡുകളുടെ നോക്കിയാൽ ഏറ്റവും കൂടുതൽ റോഡുകൾ കേരളത്തിലാണ്. നാഷണൽ ഹൈവേ ഉണ്ട്, സ്റ്റേറ്റ് ഹൈവേ ഉണ്ട്, വില്ലേജ് ഉണ്ട്, പലതരത്തിലുണ്ട് റോഡുകൾ. പക്ഷേ റോഡുകളുടെ പൊതുസ്ഥിതി നോക്കിയാൽ വളരെ പരിതാപകരമാണ്. എത്രയോ നാളുകളായിട്ട്, ഞാനും കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ അവസാന നാളുകളിൽ, എനിക്ക് വളരെ കുറച്ച് 2010 ഞാൻ ഈ പൊതുമരാമത്തിൻ്റെ ചുമതല എടുക്കുന്നത്. കുറച്ച് കാലമേ ഉള്ളൂ. പക്ഷേ ആ കുറച്ച് കാലം കൊണ്ട് പലതും ചെയ്യാൻ ശ്രമിച്ചു. ഞാൻ റോഡുകളുടെ കാര്യത്തിൽ നാം കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുകയും അതിന് വളരെ ആധുനികമായ ശാസ്ത്രീയമായ ഒരു നവീകരണ പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്യേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. ഇടത് വലത് സർക്കാരുകൾ ഇത്രയും കാലം കൊണ്ട് എന്ത് നടപടി സ്വീകരിച്ചുവെന്ന് സാമാന്യ ബോധമുള്ള ഏത് മനുഷ്യനും ചോദിച്ചു പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ. ശരിയാണ്. ഫലപ്രദമായിട്ട് നടപടികൾ സ്വീകരിച്ചു എന്ന് പറയാനാവില്ല. അത് രണ്ട് മുന്നണികളെ സംബന്ധിച്ച് ഞാൻ പറയുക. കേരളത്തിന് ഒരു പൊതു ബഡ്ജറ്റും ഒരു പൊതുമരാമത്ത് ബഡ്ജറ്റും ആവശ്യമാണ് എന്നാണ് എൻ്റെ കൺസെപ്റ്റ്, എൻ്റെ കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. കേരളത്തിലെ ഈ റോഡുകൾ നവീകരിക്കേണ്ട കാലം അതിക്രമിച്ചു. അത് ഏത് രൂപത്തിലാണ് നവീകരിക്കുക? കേരളത്തിൻ്റെ ഭൂപ്രകൃതി, കാലവർഷം, ഇതൊക്കെ ഉണ്ട്. ഇതൊക്കെ വച്ചുകൊണ്ട് പരിമിതികളുണ്ട്. അതൊക്കെ വച്ചുകൊണ്ട് നവീകരിക്കുമ്പോൾ കേരളത്തിന് ഈ ഇപ്പോഴത്തെ ടെക്നോളജി, ഏറ്റവും നല്ല ടെക്നോളജി എന്ന് പറയുന്നതാണ് ബിറ്റുമിൻ മക്കാഡം, ബിറ്റുമിൻ കോൺക്രീറ്റ് ടെക്നോളജി. ആ ടെക്നോളജി ഉപയോഗിച്ച് കേരളത്തിലെ PWD റോഡുകളെല്ലാം നവീകരിക്കാൻ 40,000 കോടി രൂപ വേണം. എന്തുകൊണ്ടാണ് നമുക്കൊരു റോഡ് നയം, ഒരു റോഡ് വിഷൻ എന്തുകൊണ്ടാണ് ഒരു സർക്കാരിനും ഇല്ലാത്തത്? നാറ്റ്പാക്ക് ഇക്കാര്യത്തിൽ എന്താണ് ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞ പോലെ കഴിഞ്ഞ ഗവൺമെന്റിന്റെ സമയത്ത് ഒരു റോഡ് പോളിസി ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് ഇല്ലാത്തതുകൊണ്ടല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും വ്യത്യാസമൊന്നും. അതിന് സാങ്കേതികമായ കാരണങ്ങളാണ്. ഇപ്പോൾ ഒരു 2005 കണക്ക് പ്രകാരം വർഷം തോറും 2000 കോടി രൂപയെങ്കിലും ഉണ്ടെങ്കിലേ നമുക്ക് ഒരു മിനിമം സ്റ്റാൻഡേർഡ്സിൽ ഇതിൽ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ സാധ്യമുള്ളൂ. ദേശീയപാത നാഷണൽ ഹൈവേ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ് NHDP 3 കേരളത്തിലെ എല്ലാ ദേശീയപാതയും എടുത്ത് വികസിപ്പിക്കാനായിട്ട് തീരുമാനം എടുത്തതാണ്. കേരളത്തിലെ മാത്രമല്ല, ഇന്ത്യയിലെ മുഴുവൻ ദേശീയപാതകളും വികസിപ്പിക്കാനായിട്ടുള്ള തീരുമാനം നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് നമ്മുടെ റോഡ് കൈമാറുകയും ചെയ്തു. പക്ഷേ 45 മീറ്റർ 30 മീറ്റർ ഈ വീതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആകാത്തതുകൊണ്ട്, നമ്മൾ ലാൻഡ് അക്വയർ ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടുമാണ് അത് ഡിലേ ആയിപ്പോയിരിക്കുന്നത്. പക്ഷേ അത് നമ്മളെ മെയിൻ്റനൻസിനെ ബാധിക്കേണ്ട കാര്യമില്ല. റോഡുകളുടെ നിലവാരം ഉറപ്പുവരുത്താൻ നാറ്റ്പാക്കിന് എന്ത് കഴിയും? റോഡ് എടുക്കുന്നത്, അക്വിസിഷൻ, ഇതെല്ലാം വിട്ടുകളഞ്ഞു. റോഡുകളുടെ നിലവാരം, ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. തിരുവനന്തപുരത്ത് പേരൂർക്കട നെടുമങ്ങാട് റോഡ് മഴ വന്നപ്പോൾ റോഡ് മുഴുവൻ പോയി. ഇതിന് താഴെ കിടന്ന രാജാവിൻ്റെ സമയത്തുള്ള പാത അതുപോലെ കിടന്നു. അപ്പോൾ റോഡുകളുടെ നിലവാരം ഉറപ്പുവരുത്താൻ നാറ്റ്പാക്ക് വെറും നോക്കുകുത്തിയായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ റോഡിൻ്റെ സർഫസിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രീമിക്സ് ചിപ്പിംഗ് കാർപ്പറ്റ്. ഈ പ്രീമിക്സ് ചിപ്പിംഗ് PMC പ്രീമിക്സ് ചിപ്പിംഗ് കാർപ്പറ്റ് ലോഡ് എടുക്കുന്ന ഒരു ലെയർ അല്ല. നമ്മുടെ
ലോഡ് ഇപ്പോഴുള്ള ആക്സിൽ ലോഡ് എടുക്കുന്ന ലെയറല്ല. അതുകൊണ്ട് സ്ട്രക്ചറലായിട്ടുള്ള സൗണ്ടായിട്ടുള്ള ഒരു ലെയറാണ്, ഒരു ഓവർലെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് കേരളത്തിലുള്ള എല്ലാ റോഡിനും കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഏറ്റവും മോശമായി കിടക്കുന്ന റോഡ് കൊല്ലം തിരുമംഗലം പാത. അതിനടുത്ത് താമസിക്കുന്ന സ്വദേശി എന്ന് പറയുന്ന താങ്കൾ, അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ടും താങ്കൾക്ക് ഉത്തരം പറയാം. ഏതെങ്കിലും ഒരു വ്യക്തിയെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കുറ്റം പറയാനാവില്ല. കാരണം ഇതിനകത്ത് ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ KSTPയുടെ MC റോഡ് അതിപ്പോഴും പൊളിഞ്ഞിട്ടില്ല, അത് ഭംഗിയായിട്ട് കിടക്കുന്നു. കാരണം അതിനൊരു പ്ലാനിംഗ് ഉണ്ട്, റീസ്ട്രക്ചറിങ് നടത്തിയാണ്. ഈ തെന്മല റോഡ്, ഈ തിരുമംഗലം റോഡ് റീസർഫസിങ് നടത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണത്തിൽ കുറേ കൂടെ ക്വാളിറ്റി പുലർത്തുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ടെങ്കിലേ ഈ റോഡ് നിൽക്കുകയുള്ളൂ. അപ്പോൾ ഈ തെന്മല വഴി പോകുന്ന ഈ റോഡ് ഈ വളരെ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഏറ്റവും കൂടുതൽ ഓവർലോഡ് വരുന്ന ഒരു റോഡും ഈ തിരുമംഗലം പുല്ലൂർ റോഡാണ്. അതിന് കാരണം ഈ ആര്യങ്കാവിലൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. കേരളത്തിലുള്ള ചെക്ക് പോസ്റ്റുകളിൽ വെയ്ബ്രിഡ്ജ് ഇല്ലാത്ത ഏക ചെക്ക് പോസ്റ്റ് ഈ ആര്യങ്കാവിലാണ്. അവിടുന്ന് ഈ ടോറസ് ലോറി 20-25 ടൺ കയറ്റി വരുന്ന വാഹനങ്ങളെല്ലാം ഈ റോഡ് വഴി വന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ ഒരു 4 ലൈൻ ആക്കേണ്ടതാണ്, അവിടെ ഒരു 2 ലൈൻ പോലും ഇല്ല. ഈ തെന്മല, പുനലൂർ മുതൽ തെന്മല വരെയുള്ള, അതായത് ബൗണ്ടറി വരെയുള്ള സ്ഥലത്തുള്ളിൽ കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ ഏതാണ്ട് 35ഓളം റോഡ് ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനകത്തൊരു ദീർഘവീക്ഷണത്തോടു കൂടി ഗവൺമെൻറ്റും കാലാകാലങ്ങളിൽ വരുന്ന ഗവൺമെൻറ്റും ഡിപ്പാർട്ട്മെൻറ്റും അതിനകത്ത് ശുഷ്കാന്തി പുലർത്തിയെങ്കിൽ മാത്രമേ ഇത് തിരികെ വരാം. എപ്പോഴും പ്രതിസ്ഥാനത്ത് കരാറുകാരാണ്, യാതൊരു സംശയവുമില്ല. ഇതിപ്പോൾ ദേശീയപാതയാണെങ്കിലും ഒരു ചെറിയ ഒരു റോഡാണെങ്കിൽ പോലും ടാറിട്ട റോഡെല്ലാം കുഴിയാണ്. കുഴിയിൽ വീണ് ഒരു മുത്തച്ഛനും 2 പേരക്കുട്ടികളും മരിച്ചത് കഴിഞ്ഞ ആഴ്ച. പ്രതിസ്ഥാനത്ത് കരാറുകാരാണ്. എന്തുകൊണ്ട്? ഒരു പക്ഷേ ഈ മഴ വരുന്നത് വരെ കാത്തു നിൽക്കുന്നതുകൊണ്ടല്ലേ ഈ ഒരു അവസ്ഥ വരുന്നതെന്ന് സ്വാഭാവികമായിട്ടും ആരും ചോദിച്ചു പോകും. നമ്മുടെ ദേശീയപാതയുടെ വികസനമാണ് കേരളത്തിലെ ടോപ്പ് പ്രയോറിറ്റി ചെയ്യേണ്ടത്. കാര്യം കേരളത്തിലെ ഗതാഗതത്തിൻ്റെ 40% നടക്കുന്നത് ദേശീയപാതകളിൽ കൂടിയാണ്. അതിൻ്റെ വികസനം കഴിഞ്ഞ 13 വർഷമായിട്ട് മുടങ്ങിക്കിടക്കുന്നു. ഇവിടെ കുഴികളെ പരിശോധിച്ച് കഴിഞ്ഞാൽ ദേശീയപാതയിലാണ് ഏറ്റവും കൂടുതൽ കുഴികൾ ഉള്ളത്. പിന്നെ രണ്ടാമത് നമ്മൾ വിസ്മരിക്കുന്നൊരു കാര്യമുണ്ട്. പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന എന്ന് പറയുന്ന വലിയ പദ്ധതി രാജ്യത്ത് നടപ്പിലാക്കുകയാണ്. ഈ വർഷം തന്നെ 500 കോടി രൂപയുടെ ഫണ്ട് അലോട്ട്മെൻ്റ് ഉണ്ട്. പക്ഷേ കേരളത്തിൻ്റെ പ്രത്യേക ഭരണപരമായ പല കാരണങ്ങൾ കൊണ്ടും ആ വർക്കുകൾ പോലും നടക്കുന്ന സ്ഥിതിവിശേഷമില്ല. നമുക്ക് കേരളത്തിന് വേണ്ടി കിട്ടിയ ആ ഫണ്ടിൽ നല്ല പങ്കും ലാപ്സായി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഒന്ന്, നമുക്ക് സാങ്കേതിക പൂർണ്ണതയുള്ള അടങ്കലുകൾ ഉണ്ടാവണം. 2, നമുക്ക് വിപണി നിരക്കുകളുമായി പൊരുത്തപ്പെടുന്ന റേറ്റ് കിട്ടണം. 3, വളരെ എഫക്റ്റീവായിട്ടുള്ള സൂപ്പർവിഷൻ നമുക്കുണ്ടാവണം. പിന്നെ ഈ ടെൻഡറുകൾ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അത് സമയത്ത് പാസ്സാക്കി തരണം. 2 മാസത്തിനുള്ളിൽ പാസ്സാക്കണം എന്നാണ് പറയുന്നത്. പക്ഷേ 8 മാസം കഴിഞ്ഞാലും പാസ്സാക്കുന്നില്ല. ഇപ്പോൾ ധനകാര്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറിയും പൊതുമരാമത്ത് സെക്രട്ടറിയും ഒക്കെ അംഗങ്ങളായിട്ടുള്ള ചീഫ് സെക്രട്ടറിമാരുടെ കമ്മിറ്റി അംഗീകരിച്ച, അതിൽ പിന്നെ മാറ്റം വരുത്താൻ ആർക്കും അവകാശമില്ല. ഒരു ഔപചാരികമായ അംഗീകാരം മാത്രം ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയാൽ മതി. പക്ഷേ നിർഭാഗ്യവശാൽ ധനകാര്യമന്ത്രിയുടെ ഓഫീസിൽ അതങ്ങനെ അടയിരുത്തി വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് 600 കോടി രൂപയുടെ വർക്കുകൾ, ഇപ്പോൾ ഈ ടെൻഡർ കഴിഞ്ഞ 600 കോടി രൂപയുടെ വർക്കുകൾ ഇപ്പോഴും നമുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. തൃശ്ശൂരിൽ നിന്ന് വരുന്നു ശ്രീ ജോസ് കൊഴുപ്പിൽ. ബസ് ഉടമകൾ സമരത്തിലായിരുന്നു, പൊതുജനങ്ങൾ അതിനൊപ്പം നിൽക്കുകയും ചെയ്ത ഒരു സമരമായിരുന്നു തൃശ്ശൂരിലുണ്ടായത്. എന്താണ് റോഡിൻ്റെ സ്ഥിതി? ഈ വർഷം ഇത്രയ്ക്ക് മോശമാകാൻ എന്താണ് കാരണം? ഏറ്റവും പ്രധാനപ്പെട്ട റോഡെന്ന് അവകാശപ്പെടുന്നത് വാളയാർ മുതൽ കൊച്ചി വരെയുള്ള ദേശീയപാത 47ആണ്. ഈ 47ലെ സ്ഥിതി 2005 മുതൽ വളരെ പരിതാപകരവും ശോചനീയമാണ്. അതിനുവേണ്ടി ഒരു ഭാരവാഹി എന്ന നിലയ്ക്ക് ഞാൻ 33 നിവേദനങ്ങൾ തുടർച്ചയായിട്ട് മുഖ്യമന്ത്രി തുടങ്ങി ചീഫ് ജസ്റ്റിസ് അടക്കമുള്ള MLA-മാർ MP-മാരടക്കമുള്ള പലർക്കും കൊടുത്തിട്ടും സമയാസമയങ്ങളിൽ ഏതൊരു കൊച്ചുകുട്ടിക്ക് അറിയാവുന്ന കാര്യമാണ് ഈ മൺസൂൺ എപ്പോൾ ആരംഭിക്കും, ആ റോഡിൻ്റെ അവസ്ഥ ഏത് രീതിയിലേക്ക് മാറും എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും കൃത്യമായ സമയത്ത് തന്നെ ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കാതെ ഇന്ന് റോഡിൻ്റെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറയാൻ എനിക്ക് വളരെ വിഷമമുണ്ട്. ഈ മൺസൂൺ തുടങ്ങിയ ശേഷം എത്ര രൂപയുടെ നഷ്ടമുണ്ടായി അറ്റകുറ്റപ്പണികൾ വീണ്ടും നടത്തേണ്ടി വന്നതിനാൽ വാഹനങ്ങൾക്ക്? വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 ദിവസം ഓടിയാൽ 4 ദിവസം ഓടി കിട്ടുന്ന കാശ് അതിനുവേണ്ടി അറ്റകുറ്റപ്പണികൾക്ക് ചിലവാക്കേണ്ട ഒരു ഗതികേടിലാണ്. ഏകദേശം 250ഓളം വാഹനങ്ങൾ കഴിഞ്ഞ ആഗസ്റ്റ് 1 മുതൽ ഇന്ന് വരെ, ഈ നിമിഷം വരെ അവിടെ നിർത്തിവെച്ചിരിക്കും. മണിക്കുട്ടൻ, സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് പോകേണ്ടി വരുന്നു. 2 വീലർ ഓടിക്കാറുണ്ടല്ലോ, കാർ ഓടിക്കാറുണ്ടല്ലോ. എന്താണ് ഇത്തരം സാങ്കേതിക കാര്യങ്ങളൊന്നും പറയണ്ട, എന്താണ് പുറത്ത് വണ്ടി എടുക്കുമ്പോഴുള്ള ഒരു മാനസികാവസ്ഥ എന്താണ്? ഇന്ന് നമ്മുടെ റോഡുകൾ
ഒരു 50% പോലും യാത്ര ചെയ്യാൻ പറ്റാൻ യോഗ്യതയില്ലാത്ത രീതിയിലാണ് കിടക്കുന്നത്. വളരെ മോശമായ അവസ്ഥയാണ്. ടൂ വീലറിലൊക്കെ ഞാനിപ്പോഴും ടൂ വീലർ യാത്ര ചെയ്യുന്ന ഒരാളാണ്. ടൂ വീലർ യാത്ര ചെയ്ത് വീട്ടിലൊക്കെ എത്തുന്ന സമയത്ത് തീർച്ചയായിട്ടും ബാക്ക് പെയിനുകളും മറ്റുമൊക്കെയാണ് ഉണ്ടാകുന്നത്. പിന്നെ ഇപ്പം പല നാടുകളിലും, കേരളത്തിൽ മാത്രമല്ല തമിഴ്നാടും പല സ്ഥലങ്ങളിലും ഞങ്ങൾ സഞ്ചരിച്ചിട്ട് വന്ന ആൾക്കാരാണ്. അപ്പോൾ അതോട് കോമ്പറ്റ് ചെയ്യണം അല്ലെങ്കിൽ അതുപോലെ ആവണമെന്ന് ഞാൻ ഒരിക്കലും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞങ്ങളെ കേരളക്കാർക്ക് ഒരു 30% തന്നാൽ തന്നെ നമ്മൾ സന്തോഷമാണ്. കാരണം നമ്മളിതിന് യൂസ് ടു ആയി കഴിഞ്ഞു എല്ലാ പ്രശ്നങ്ങൾക്കും. അപ്പോൾ കുറച്ചും കൂടെ നന്നാക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണ് ഈ പുതിയ റോഡിൻ്റെ സ്ഥിതി കണ്ടിട്ട് ആരുടെ ഭാഗത്ത് കുറ്റമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പൊതുജനത്തിന് എന്ത് ചെയ്യാൻ കഴിയും? ഇതിൽ 6 മാസത്തിൽ കൂടുതൽ വർഷകാലമാണെന്ന് അറിഞ്ഞെങ്കിൽ പോലും ഒരിക്കലും അതിന് വേണ്ടിയുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സിലേക്ക് ഒരിക്കലും പോകുന്നില്ല. അത് 2-3 കാര്യങ്ങളുണ്ട്. ഈ കുഴി കുഴി ഇല്ലെങ്കിൽ കാണാൻ കഴിയുന്നതാണ് മെറ്റൽ കൊണ്ട് നിറച്ചിരിക്കുന്ന ഭാഗങ്ങൾ. ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻ്റെ എല്ലാവർക്കും അറിയാം എപ്പോഴാണ് ഫിനാൻഷ്യൽ ഇയർ അവസാനിക്കുന്നത്. അതിനോട് അടുപ്പിച്ച് കാണാൻ കഴിയുന്നതാണ് റോഡ് മുഴുവൻ രാത്രി പകലെ ടാർ ചെയ്ത് ചുമ്മാ കൊണ്ടുവന്ന് നിറയ്ക്കുന്ന ഒരു രീതി വരുന്നുണ്ട്. അപ്പോൾ ഇത് കുഴി എന്ന് പറയുന്നത് ഏത് വണ്ടിയായാലും, ഇപ്പോൾ ആരുടെ വണ്ടി പോയാലും ആക്സിൽ പൊട്ടും, ആരുടെ വണ്ടി പോയാലും അപകടം സംഭവിക്കും. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് പേപ്പറിലെല്ലാം വായിക്കുന്നുണ്ട്. നമ്മുടെ പേപ്പറിൽ പോലീസിൻ്റെ സ്റ്റാറ്റസ് വരുന്നുണ്ട്, ഡീറ്റെയിൽസ് വരുന്നുണ്ട്, മദ്യപിച്ച് വണ്ടി ഓട്ടിച്ചവരുണ്ടാകുന്ന അപകടം. പക്ഷേ ഒരിക്കലും ഈ കുഴിക്കകത്ത് വീഴാൻ പോയി വണ്ടി തിരിച്ചുണ്ടായ അപകടം എന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അതൊരു സ്റ്റാറ്റസ് വേണ്ടതാണ്. ആരുടെയാണ്, ആരാണ് അനാസ്ഥ? റോഡിൻ്റെ ഏറ്റവും മോശമായ സ്ഥിതി അനുഭവിക്കുന്നത് ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തന്നെയാണ്. ഓട്ടോറിക്ഷ യാത്രയാണ് കൃത്യം റോഡിൻ്റെ പൾസ് പിടികിട്ടുന്ന ഒരു യാത്രയും. എന്താണ് തലസ്ഥാനത്തെ സ്ഥിതി എന്താണ്? ഈ തിരുവനന്തപുരം സിറ്റിക്കകം നമുക്കെടുക്കാം. ഞങ്ങളുടെ ഏറ്റവും ദുരിതമുള്ളത് സിറ്റിക്കകത്താണ്. ഒരു 100 മീറ്റർ തികച്ച് വണ്ടി ഓട്ടിച്ച് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. നമ്മുടെ മെഡിക്കൽ കോളേജ് ഭാഗമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച റോഡാണ്. വണ്ടി എത്ര ഷെഡിൽ കയറി? വണ്ടികൾ ഓട്ടോറിക്ഷയുടെ കണക്ക് വെച്ച് നോക്കണമെങ്കിൽ, ഓട്ടോറിക്ഷ കണക്ക് നോക്കുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഓട്ടോറിക്ഷ ഷെഡിലാണ്. ഇവിടെ ഏത് വാഹനമാണ് ശരിക്കും ഓടുന്നത്? ഒരു വാഹനം ഓടുന്നില്ല. തീർച്ചയായും വിവിധ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മ പ്രധാന ഒരു വിഷയമല്ല. താങ്കൾ ഭരിച്ചിരുന്ന സമയത്ത് 20 വകുപ്പുകൾ ഒരുമിച്ച് കൂട്ടി ആ രീതിയിൽ അത്തരം ചില കാര്യങ്ങൾ നടത്തുന്നു. അതിനൊക്കെ എന്ത് സംഭവിച്ചു? കുഴിയുണ്ടെങ്കിൽ വിളിച്ചു പറയാൻ കഴിയുന്ന ഹെൽപ്പ് ഡെസ്ക്, അതിനൊക്കെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ചില പരിഷ്കാരങ്ങൾ എന്ന നിലയിൽ അല്ലെങ്കിൽ കൂടി ചെയ്ത കാര്യങ്ങളാണിത്. ആ മഴക്കാലത്തിന് മുമ്പ്, വർഷകാലത്തിന് മുമ്പ് ഒരു പ്രീ മൺസൂൺ മെയിൻ്റനൻസ് എന്ന് പറയുന്നൊരു ഏർപ്പാട് അത് കഴിഞ്ഞ സർക്കാരിന്റെ കാര്യത്തും വന്നു. അത് ഞാനിപ്പോൾ ഈ സർക്കാരിനെ കുറ്റം പറയുന്നത് ചോദിച്ചോട്ടെ, അത് നടക്കാത്തതിന് കാരണം റോഡ് തകരരുത് എന്ന് ആഗ്രഹിക്കുന്നത് ജനങ്ങൾ മാത്രമാണ്. തകരണം എന്ന് ആഗ്രഹിക്കുന്നവരെ കരാറുകാരും ഉദ്യോഗസ്ഥരും. ഇത് വ്യക്തമായിട്ടുള്ള കാര്യം. ഇല്ല എന്ന് പറഞ്ഞ എല്ലാവർക്കും ആ ഒരു മാഫിയ അല്ലെങ്കിൽ ആ ഒരു ലോബി, അതുകൊണ്ട് തന്നെയല്ലേ റോഡുകൾ ഇങ്ങനെ ആവുന്നതിന് കാരണം? അത് ഉണ്ട്, അത് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഗവൺമെൻറ്റിനുണ്ട്, എഞ്ചിനീയേഴ്സിനുണ്ട്, കോൺട്രാക്ടേഴ്സിനുണ്ട് ചില മോശപ്പെട്ട പ്രവണതകൾ ശരിക്കും നിലനിൽക്കുന്നൊരു മേഖല കൂടിയാണിത്. PWD എന്ന് പറഞ്ഞാൽ ഇന്നത്തെ PWD ഒരു കാലഹരണപ്പെട്ട വകുപ്പാണ്. ഞാൻ മന്ത്രിയായിരുന്നതോടെ തന്നെ പറഞ്ഞു, ഞാനാണ് അതിൻ്റെ ഏറ്റവും വലിയ വിമർശകൻ. ഒരു കാലഹരണപ്പെട്ട വകുപ്പാണ്. ഏതോ കാലത്ത് ഒരു 40 വർഷങ്ങൾക്ക് മുമ്പുള്ള സമ്പ്രദായങ്ങളാണ്. PWD കോഡ്, PWD മാനുവൽ എന്നൊക്കെ പറയുന്നത് ഒരു 40 വർഷത്തിന് മുമ്പുള്ളതാണ്. എന്നേ അത് മാറ്റേണ്ടതാണ്. അതൊക്കെ ചവറ്റുകുട്ടികളെടുത്ത് കളയേണ്ടതാണ്. എന്നിട്ട് ഈ കാലത്തിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരുത്താൻ അതിനുവേണ്ടിയാണ് ശ്രമിക്കുന്നത്. അതെ, തീർച്ചയായും ഒരു പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവന്നു. എളുപ്പത്തിൽ റോഡിലെ കുഴിയടയ്ക്കാം, ഷെൽമാർക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് ഒരു സിംഗിൾ ഏജൻസി വേണം നടത്താൻ. സത്യം പറഞ്ഞാൽ ആ സിംഗിൾ ഏജൻസി വേണം അത് നടത്താൻ. ആ ഒറ്റ കാരണം കൊണ്ടല്ലേ ആ കാര്യം കേരളത്തിൽ നടപ്പിലാകാത്തത്? ഇപ്പം നമുക്ക് വേണ്ടത് ഇതെന്ത് പറഞ്ഞാലും എത്ര സാങ്കേതികത്തിൽ റോഡ് ഉണ്ടാക്കിയാലും പോട്ട് ഹോൾ എന്ന് പറയുന്ന പ്രതിഭാസം ലോകത്ത് എല്ലായിടത്തും ഉള്ളതാണ്. ഇവൻ വളരെ സാങ്കേതികമായിട്ട് വളരെ മുന്നിട്ടിരിക്കുന്ന അമേരിക്കയിൽ പോയാലും UK പോയാലും അവർക്ക് ഈ പോട്ട് ഹോൾ എന്ന് പറഞ്ഞ പ്രതിഭാസമുണ്ട്. നമുക്ക് മഴയല്ലെങ്കിൽ മഞ്ഞല്ലെങ്കിൽ ചൂട്. ഇതുകൊണ്ട് പോട്ട് ഹോൾ ഉണ്ടാകും. പക്ഷേ മഴയത്ത് കൂടുതലുണ്ടാകുന്നേ ഉള്ളൂ, അഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ വേണ്ടത് ടൈംലി റിപ്പയറാണ് വേണ്ടത്. ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ 2 മാസമായിട്ട് മഴ ഇങ്ങനെ തകർത്ത് പെയ്യുന്നുണ്ട്. എവിടെങ്കിലും വളരെ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിലല്ലാതെ എവിടെങ്കിലും റോഡിൽ നിന്ന് റിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ കാണാനുണ്ടോ? അതാണ് കാര്യം.